പ്രഖ്യാപനത്തിന് മുൻപേ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയമുറപ്പാക്കാൻ ഇടതു വലതു മുന്നണികളുടെ യാത്രകൾ തുടരുകയാണ്. ജനവിധിയുടെ ഗതിവിഗതികളെ നിർണ്ണയിക്കാൻ പോന്ന വിഷയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് രാഷ്ട്രീയ വേദികളിലെ ഹോട്ട് ടോപ്പിക്. 5 മാസമായി തുടരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ തുടർച്ചയായി ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പ് ചിലവിലെ പൊരുത്തക്കേടുകളെ ചൊല്ലിയാണ് പുതിയ പോർമുഖം തുറന്നത്. നടത്തിപ്പിൽ അടിമുടി ക്രമക്കേടുണ്ടെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് തെറ്റാണെന്ന ദേവസ്വം ബോർഡ് വിശദീകരണം ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കൊള്ളയടിച്ചത്. കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ലാന്ന്, കൃത്യമായ കണക്കല്ലത്, അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ശബരിമലയ്ക്കപ്പുറം ഇരുമുന്നണികളും ആയുധമാക്കുന്നത് വർഗീയ കൂട്ടുകെട്ടുകളും പരാമർശങ്ങളുമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ആയുധമാക്കുകയാണ് ഇടതുപക്ഷം. ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ ജനം തിരസ്കരിക്കുമെന്നായിരുന്നു ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അനുഭവപാഠമാകേണ്ടതാണ് എന്നാണ്. അപ്പുറത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ മലീമസമാക്കുന്ന വർഗീയ പരാമർശങ്ങൾ തുടരുന്ന വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ LDF തയ്യാറാകാത്തത് ആയുധമാക്കിയാണ് UDFന്റെ തിരിച്ചടി. റിപ്പോർട്ടർ TVക്ക് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളിയെ ശൈലജ ടീച്ചർ പൂർണ്ണമായും ന്യായീകരിച്ചതോടെ വിവാദം വരും ദിവസങ്ങളിലും ആളിക്കത്തുമെന്ന് ഉറപ്പ്. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിംസിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ലേ? രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും മുൻതൂക്കം ആർക്ക്?